സരിതോർജ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെയും തിരുവഞ്ചൂരിനെയും കുഴപ്പത്തിലാക്കിയത് പ്രതിപക്ഷമോ VS ഒന്നുമല്ല, സാക്ഷാൽ PC ജോർജ് ആണെന്ന് നാട്ടുകാർക്കറിയാം. സരിത മുതൽ ശാലു വരെയുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്ന ആൾ ചീഫ് വിപ്പ് ആയിരുന്നല്ലോ. ഈ ചീഫ് വിപ്പ് ഇനിയും മിണ്ടിയാൽ സത്യം ജയിക്കാൻ പോരാടുന്ന ഉമ്മൻചാണ്ടിക്ക് കുഴപ്പമാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയും ചെന്നിത്തലയും ചീഫ് വിപ്പിന്റെ വായടക്കാൻ അങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. ഇതിന്റെ ഭാഗമായി എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്നറിയാൻ ചെന്നിത്തല ചീഫ് വിപ്പിനെ വിളിപ്പിച്ചു. ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ. KP ഓഫീസിൽ നിന്ന് KPC ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ അടൂർ പ്രകാശ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ കണ്ടത് രമേശ്, നമ്മുടെ ബെന്നിമേനല്ലേ, ഐ അല്ലല്ലേ A അല്ലേ, എനിക്കറിയാമല്ലോ ഈ ഗ്രൂപ്പ് എല്ലാവരുടെയും ഒന്നും അല്ലെങ്കിൽ ഏകദേശം അറിയാമല്ലോ. അത് കഴിഞ്ഞ് അകത്തോട് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധാകരൻ ഇരിപ്പുണ്ട് അവിടെ, നമ്മുടെ അത് കഴിഞ്ഞാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അടൂർ പ്രകാശിന് സംസാരിക്കുക. അവൻ എന്തോ രഹസ്യം പറയുന്നു, അത് കേൾക്കുന്നത് ശരി, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പുറം മാറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് അടൂർ പ്രകാശ് പോയി, ഞാൻ അകത്ത് കയറി, ഞാനും രമേശ് ചെന്നിത്തലയും മാത്രം, വേറെ ഒരു മനുഷ്യനില്ല. കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളെ പങ്കുവെക്കുന്ന 3-ാം തരമാണ്, അതിന് തയ്യാറാകുന്നില്ല. അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളാണ് ചോദിച്ചത്, അത് എന്താണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അറിയാവുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ അദ്ദേഹമായിട്ട് ഞാൻ പങ്കുവച്ചു. അപ്പോൾ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണു. KPC പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഉമ്മൻചാണ്ടി ഞാനിവിടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള, പിന്നെ എന്തിനാ KPC പ്രസിഡന്റ് പിന്നെ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുകയും ചെയ്തു തമാശ രൂപത്തിൽ, അല്ല ഒന്നുകൂടെ സംസാരിക്കാൻ വേണ്ടി ഓക്കെ എന്ന് പറഞ്ഞു. രഹസ്യങ്ങളുടെ കെട്ടഴിച്ചപ്പോൾ സംഗതി പിടികിട്ടി. ചെന്നിത്തല ഉമ്മൻചാണ്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. സരിതയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മിണ്ടിപ്പോകരുതെന്ന് ഭീഷണിപ്പെടുത്തി PC ജോർജിനെ. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ മിണ്ടാനേ പാടില്ല. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്, ചായ കുടിക്കാൻ. അതല്ല, എന്താ ചായ കുടിക്കണ്ടേ? കുടിക്കാം, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓ, പുട്ടും മുട്ടയും പൊറോട്ടയും മുട്ടയും. അതല്ല, കേരളത്തിലെ ജനസമൂഹത്തിന് മുമ്പിൽ ഒരു കുറ്റക്കാരെന്ന സംശയത്തിന് നിലനിന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് രാജ്യത്ത് ഭരണം നടത്താൻ പറ്റുമോ? അത് അപമാനം. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന അവസരമാണിത്. ഈ ചായക്കടയാണ് ഈ നാടിന്റെ ന്യൂസ് പേപ്പർ. ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാചവും ഒന്നും ഇല്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ. മനസ്സിലായോ? പ്രേതങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. നീ ഒന്നും പറയണ്ട. മനസ്സിലായല്ലോ? മണ്ടത്തരങ്ങളൊന്നും പറയരുത്. വാ നീ ഒന്നും പറയണ്ട. ഈ വിവാദങ്ങളിലൊന്നും കേരള കോൺഗ്രസ് പാർട്ടി പങ്കാളിയല്ല. ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ ഏറ്റെടുക്കണം. അതിൽ കക്ഷി ചേരാൻ പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്ക് നിലവിട്ട് മുൻപോട്ട് പോകുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ദുഃഖമുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പന്ത് ഞങ്ങൾ ഭരണ നേതൃത്വം കൊടുക്കുന്ന ഉമ്മൻചാണ്ടിയുടെയും രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും കൈകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നു. അവർ തട്ടിക്കോണം. കൈ കൊണ്ട് വേണേൽ തട്ടാം, കാലുകൊണ്ട് വേണേൽ തട്ടാം, അവരുടെ സ്വാതന്ത്ര്യം. ഔട്ടാക്കാനും ഇന്നാക്കാനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി ഇടപെടുന്നില്ല. മണ്ടത്തരങ്ങളൊന്നും പറയരുത്. ഇനി ജോർജ് എങ്ങനെ മിണ്ടും? ഈ വിലക്ക് നടപ്പാക്കുമോ ചീഫ് വിപ്പേ? എന്നെ ആരും വിലക്കിയിട്ടില്ല. വിലക്കാൻ ആമ്പയർ ആർക്കും ഒട്ടില്ലതാണ്. ജോർജ് പറഞ്ഞു ശരി, മനസ്സിലായില്ല. എന്നെ ആരും വിലക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ ഉത്തരം പറയും? അന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്കകത്തെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്. ആ കോൺഗ്രസിനകത്തെ പ്രശ്നത്തിൽ ഞങ്ങൾ കക്ഷി ചേരണ്ട എന്ന് തീരുമാനിച്ചാൽ അത് വിലക്കാവും. അത് ഞങ്ങൾ മൊത്തം എടുത്ത് ഞാനും കൂടി ഇരുന്നെടുത്ത് തീരുമാനം. അതിന് വിലക്കൊണ്ടെന്നൊക്കെ ചുമ്മാ പത്രങ്ങൾ ആരെ പറഞ്ഞു വിലക്കണം. സോളാർ വിവാദം എന്ന് പറയുന്നത് പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിച്ചെങ്കിൽ അതിനപ്പുറത്തായി മാനങ്ങൾ അതിനുണ്ട്. അതാണ് വിലക്കിയിട്ടും സരിതോർജത്തിന്റെ AI ഗ്രൂപ്പ് മാനങ്ങളാണ് PC ജോർജ് പറയുന്നത്. ഈ മാനങ്ങൾ ഇനിയും കണ്ടുപിടിക്കുമത്രേ. മിണ്ടിക്കൂടെന്നല്ലേ ഉള്ളൂ. എന്നെ നിശബ്ദനാക്കാൻ പാർട്ടി തയ്യാറാവില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇതുവരെ നടത്തിയ പ്രസ്താവനകളെ എൻ്റെ പാർട്ടി ചെയർമാൻ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തോട് ചോദിക്കും, കേക്ക് നിങ്ങൾ ഈ ചുമ്മാ ചാനലുകാർ വൃത്തിമായിട്ട് കാര്യമുണ്ടോ? ഇന്നലെ ഒരു ചാനലിൽ പ്രസംഗിക്കുക, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഞാനും അദ്ദേഹത്തോട് എത്രയും നല്ല ബന്ധമാണ്. അദ്ദേഹം പ്രസ് റിലീസ് ഇറക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായില്ലെന്ന്. అందం విట్టు నొక్కి గ్రామమావే ఎంగొనిన వన్న దేవదూతం తలోడలాలి నీటిలోల మాల కెట్టుం కాచినా అలర్చ మాటినాడి నెందు పొన్నెందు వన్నెదో విరిప్పు
പുറത്തുതിച്ചു നിൽക്കും ഉജ്ജ്വല പ്രഭാവമേ വരൂ വരൂ തുടിക്കും ആത്മവീര്യമേ. ലാലുമേനോനെ നേരത്തെ അറസ്റ്റ് ചെയ്യുന്നത് തെറ്റായി പോയി എന്നേ പറഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം ഞാനല്ല ആദ്യം പറഞ്ഞത് അറസ്റ്റ് ചെയ്യണം. അവരുടെ വീട് ഇന്നലെ റെയ്ഡ് ചെയ്തത്. അവരെ കാറെ കൊണ്ടുപോയി ഒന്നും കിട്ടുകയല്ല, അതെല്ലാം മാറ്റാനുള്ള സമയം കിട്ടിയിട്ടില്ലേ? അതൊക്കെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വന്ന ഒരു ചെറിയ ചണ്ടയാടി നടപ്പ് ഇടത്തും വലത്തും താളം തുടിച്ച് ചിരിച്ചു മധ്യരെ മയക്കും പോക്ക് കണ്ടില്ലേ? കാണാൻ എന്ത് രസം, കണ്ടാൽ കണ്ണിറയും കർമ്മം കൊണ്ടു കൈ വന്നതായി. വാക്കിൽ തെൻ കനിവും നോക്കിൽ സാന്ത്വനവും ക്രമത്തിന്റെ ഭാഗ്യമണി. ഞാൻ സത്യം ഇനിയും സത്യം പറയും യാതൊരു സംശയം. ചീഫ് വിപ്പ് സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. യഥാർത്ഥ പ്രതിപക്ഷമായി ഇടപെട്ട് കളയുമെന്നാണ് വീക്കെൻ സ്റ്റൈലിലുള്ള ഭീഷണി. തിരുവഞ്ചൂരിനും ഉമ്മൻചാണ്ടിക്കും പണിയേറും എന്നർത്ഥം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് സോളാറിന്റെ ഉത്തരങ്ങൾ. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു.